ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിസി ക്രാഫ്റ്റ് ആൻഡ് ഫുഡ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഒരു ഹ്യൂജ് എക്സ്പ്ലോഷൻ ബോക്സ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നോർമൽ എക്സ്പ്ലോഷൻ ബോക്സൊക്കെ ഇപ്പോൾ കുറച്ചൊരു ട്രെൻഡ് ഔട്ടായി നിൽക്കുന്നതാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഇപ്പം ഒന്നുകൂടി ട്രെൻഡായിക്കൊണ്ട് പോകുന്ന ഐറ്റമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതുമാത്രമല്ല ജസ്റ്റ് ഒന്ന് ചാനലിൽ കയറിയിട്ട് വീഡിയോസിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രീവിയസ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് ഒന്ന് വേണ്ടുന്നതൊക്കെ കണ്ടു നോക്കുക. അതുപോലെ ഫുൾ ഒന്ന് സപ്പോർട്ടും ചെയ്തേക്കാം കേട്ടോ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് തിൻ കാർഡ്ബോർഡ് ഷീറ്റാണ്. നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ക്ലാസ്സിക് ബോക്സൊക്കെ ഓൾമോസ്റ്റ് ചെയ്യാറ് കാർഡ്ബോർഡ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ്. അത് തിക്ക് കാർഡ്ബോർഡ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 40 റുപ്പീസാണ് ഒരു ഷീറ്റിന് വില വരുന്നത്. പക്ഷേ ഇപ്പം കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അത് എവിടെ നിന്നാണ് കിട്ടുന്നത്. അത് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്, പക്ഷേ നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വാങ്ങിയിട്ട് ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമുക്ക് വലിയ പ്രോഫിറ്റ്സ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ എന്ന് വെച്ചെങ്കിൽ ഇപ്പം നമ്മളുടെ നിയറസ്റ്റ് പ്ലേസിൽ അതിന് 40 റുപ്പീസേ ഉള്ളൂ. പക്ഷേ ഇപ്പം അത് സ്റ്റോക്ക് ഔട്ടാണ് കേട്ടോ. എവിടെയും അത് കിട്ടാനില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ തിൻ കാർഡ്ബോർഡ് ഷീറ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഈ ഒരു എക്സ്പ്ലോഷൻ ബോക്സിനൊക്കെ തിൻ കാർഡ്ബോർഡ് ഷീറ്റ് എടുക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. ഇതിന് ഒരു ഷീറ്റിന് 20 റുപ്പീസായിരുന്നു, പക്ഷേ ഇപ്പോൾ അതിന് 10 റുപ്പീസിനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ നിയറസ്റ്റ് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും, എന്നാലും റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. ഞാൻ ഓൺലൈനിൽ അവൈലബിൾ ആണെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. പക്ഷേ നിങ്ങൾ റേറ്റൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിങ്ങളുടെ പ്ലേസിൽ ഉള്ള ക്രാഫ്റ്റ് ഷോപ്പിലൊന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം വാങ്ങുക. എവിടെ നിന്നാണോ കുറഞ്ഞ് കിട്ടുന്നത് വെച്ചാൽ അങ്ങനെ വാങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈസൊക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൈസിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ സൈസിലെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈറ്റ് എല്ലാ ഭാഗത്തും ഒന്ന് കറക്റ്റാക്കിയിട്ട് എടുത്താൽ മതി. ഇതേ ഒരു സൈസിൽ തന്നെ എടുക്കണം എന്നില്ല. പിന്നെ ഈ അടിവശത്തേക്ക് എക്സ്ട്രാ കൊടുക്കുന്നതൊന്നും ആ ഒരു അളവിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ അടിവശത്തേക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എടുക്കാം. ഇത് ജസ്റ്റ് ഇങ്ങനെ ഈ 4 വശത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സൈസ് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അടിയിലേക്ക് കൊടുക്കുന്ന സൈസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അടിയിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സൈസ് നോക്കിയിട്ടൊന്ന് എടുക്കാം. അപ്പോൾ ഇതിൽ ഈ ഒരു സൈസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ്. അപ്പം സൈസൊക്കെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ കുറച്ച് വ്യൂവേഴ്സ് പറയാറുണ്ട് എന്നാലും നിങ്ങളൊന്ന് സൈസ് കൊടുക്കണം. അപ്പം തീരെ പറ്റാത്തവർക്കാണെങ്കിൽ അത് നോക്കിയിട്ട് ചെയ്യാമല്ലോ. അതിന് വേണ്ടി മാത്രമാണ് ഈ സൈസ് കൊടുക്കുന്നത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ അധികം എന്ന് വെച്ചെങ്കിൽ ഇപ്പം ഒരു 2-3-4 പ്രാവശ്യം ഞാൻ കണ്ടു നിങ്ങൾക്ക് ഭയങ്കര ജാടയാണെന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് നിങ്ങൾ എന്തർത്ഥത്തിലാണ് എനിക്ക് ജാട എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ സൗണ്ട് കുറച്ചൊരു അത്ര ഒരു സ്വീറ്റായിട്ടുള്ള സൗണ്ടല്ല. അതൊക്കെ ഒരു മനുഷ്യന് നമുക്ക് ജനിക്കുമ്പോൾ നാച്ചുറലായിട്ട് കിട്ടുന്നതാണ്. അതൊന്നും അതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു സൗണ്ട് വെച്ച് പറയുന്നതല്ലേ ശരിക്കും ഒരു തരത്തിലൊരു ബോഡി ഷേമിങ് അല്ലേ. പിന്നെ ജാട എന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു 1-2 വർഷമായിട്ട് അറിഞ്ഞിട്ട് എൻ്റെ ക്യാരക്ടർ അറിഞ്ഞിട്ടാണ് പറയുന്നതെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ നമ്മളെ അറിയാത്തവരെ കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. അങ്ങനെ ജാട എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിന് റിപ്ലൈ ചെയ്യാതിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ ചോദിച്ചോ എന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാതിരിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാരണം വേണ്ട. പിന്നെ നിങ്ങളിനി ജാട എന്ന് പറഞ്ഞാലും ഞാൻ ഇതൊന്നും നിർത്താൻ പോകുന്നില്ല. പിന്നെ ചിലർക്ക് തോന്നാനുള്ള കാരണം എന്തെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തെന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ അതിനുള്ള ഒരു സൊല്യൂഷൻ പോലെ പറഞ്ഞു തരാം. പിന്നെയെന്ന് വെച്ചെങ്കിൽ എന്തായാലും നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. കുറേ നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നത് ഞാൻ ഡിലീറ്റ് ആക്കി കളയാറാണ് പതിവ്. പിന്നെ ഇതും അതുപോലെ കാണുന്നുള്ളൂ. എന്നാലും ഈ ഒരു നമുക്ക് പറയുന്നത് നമുക്ക് പേഴ്സണലും ഫാമിലീനൊക്കെ പറയുന്നത് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കതിന് റിപ്ലൈ ഞാൻ എന്തായാലും തരുന്നതായിരിക്കും. അതും കൂടി സ്വീകരിക്കാൻ മനസ്സുള്ളവർ മാത്രം പറയാൻ നിൽക്കുക. പിന്നെ എന്തായാലും
ആകെ 1% ആൾക്കാർ മാത്രമേ ഇങ്ങനെയുള്ളൂ. ബാക്കി 99% ആൾക്കാർ നല്ല സപ്പോർട്ടീവാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ എന്തായാലും ഈ ചാനലായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. നിങ്ങൾ എത്ര നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാലും ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യേണ്ട വീഡിയോസ് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ എന്തായാലും വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ജാഡ എന്ന് പറയുന്നവർ എന്താണെന്ന് പറയാനുള്ള കാരണം കൂടി നിങ്ങൾ കൊടുക്കുക. അല്ലാതെ വെറുതെ ജാഡ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ചാർട്ട് എന്ന് വെച്ചെങ്കിൽ തിക്ക് ബ്ലാക്ക് ചാർട്ടും അതുപോലെ തിക്ക് വൈറ്റ് ചാർട്ടുമാണ്. അപ്പോൾ നിങ്ങൾ തിക്കായിട്ടുള്ള ചാർട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്താ വെച്ചെങ്കിൽ നമ്മൾ ഓൾറെഡി തിൻ കാർഡ്ബോർഡ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അല്ല, ഇനി നിങ്ങൾ തിക്ക് കാർഡ്ബോർഡ് ഷീറ്റ് എടുത്താലും തിക്കായിട്ടുള്ള ചാർട്ട് തന്നെ എപ്പോഴും എടുക്കാൻ ശ്രദ്ധിക്കുക. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. തീരെ കിട്ടാനില്ല എന്ന് വെച്ചെങ്കിൽ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. എന്നാൽ നമ്മൾ കസ്റ്റമറിന് കൊടുക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഈ ഓർഡേഴ്സൊക്കെ വന്നിട്ടുള്ളത് നവംബർ 5, നവംബർ 7. അപ്പോൾ എല്ലാ വീഡിയോസും ഒരുമിച്ച് റെക്കോർഡ് ചെയ്യുന്നതിൽ കുറേ ഭാഗം മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോൻ്റെയും ലാസ്റ്റ് ആക്കുന്ന അടപ്പിൻ്റെ ജസ്റ്റ് കുറച്ച് ഭാഗം മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ജസ്റ്റ് ഇതിൻ്റെ അളവും എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ജസ്റ്റ് ഒന്ന് ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്ന ഭാഗം മാത്രമേ മിസ്സായിട്ട്. പിന്നെ ഇത്രയൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ആ ഒരു ഭാഗം മാത്രം ഇല്ലയെന്ന് വെച്ചിട്ട് വീഡിയോ ചെയ്യാതിരിക്കാൻ തോന്നില്ല. കാരണം ഒരു വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് 1-2 മണിക്കൂറത്തെ വീഡിയോ ആയിരിക്കും ഇത്. ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഷോർട്ടാക്കി വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ജസ്റ്റ് ഭാഗം മിസ്സായെന്ന് വെച്ചിട്ട് ഇടാതിരിക്കാൻ തോന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബോക്സിനെ കാട്ടി ഒരു 1/2 ഇഞ്ചൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിയിട്ട് ഇതിൻ്റെ കവറാക്കുക. അപ്പോൾ കറക്റ്റ് ഫിറ്റ് ആയിക്കോളും. പിന്നെ ഇതിൻ്റെ സൈസ് ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നറിയില്ല. പിന്നെ ഈ കാണിക്കുന്ന ഇമേജസൊക്കെ നമ്മൾ സബ്സ്ക്രൈബർ അയച്ചതാണ് കേട്ടോ. ഇത് നമ്മളെ ഇതുണ്ടായിട്ടില്ലേ, സാൻഡൽ
ഇത് സാൻഡിൽ പാക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നോക്കിയിട്ട് അതിന് പകരം ഫോൺ വെച്ചിട്ട് ചെയ്തതാണ്. പിന്നെ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഫ്രെയിമൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ചെയ്തത്. പിന്നെ ഈ ഒരു കുഞ്ഞു പൊക്ക നമ്മൾ ഇൻസ്റ്റയിലിട്ട് അത് കണ്ടിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇൻഷാല്ല നിങ്ങളും ഇതുപോലെ ചെയ്ത പിക്സൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ സെൻഡ് ചെയ്ത് തരാം, ഞാൻ ഇൻഷാല്ല ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കാണാൻ ഭയങ്കര സന്തോഷമാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് കുറച്ച് മുമ്പേ അയച്ചതാണ്, പക്ഷേ വീഡിയോ എപ്പോഴും എഡിറ്റ് ആക്കുമ്പോൾ വിട്ടുപോകും. ഇനിയും കുറച്ച് പിക്സൊക്കെ ഉണ്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ല ഇനി ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.